Assalamu alaikum, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ഐറ്റം അല്ലേ, വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം കേട്ടോ, ചെറിയ പീസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലെക്സിലെ അത്, 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1 മുട്ട, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ചിക്കനിലെ ഈ ഒരു ടൈപ്പിൽ തന്നെ പീസാക്കണമെന്നില്ല. ഞാനിപ്പം ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിക്ക് ചെറിയ പീസാക്കി കട്ടാക്കിയതാണ് കേട്ടോ. എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം കാണിച്ച സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം മാത്രം ഈ മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരും. കാര്യം ഞാനിത് 2-3 പാത്രത്തിലിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മൈദൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ഡ്രൈ ആയിട്ട് വേണം മൈദ ഉണ്ടാകാൻ വേണ്ടിക്ക്, മൈദ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിക്കാണ്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഞാനിതാ ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രോസൺ ഫ്രൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ റെഡിയാക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ടാക്കാം, നീളത്തിൽ കട്ടാക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക, അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചിട്ട് അതിലേക്ക് കോൺഫ്ലോറും ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടില്ലേ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതിനാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആവും കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കാണാത്തവർ ഇർഫാന ഷംഷീർ ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുക്കലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് വേണം മൈദ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നാലാണ് നമുക്ക് ഈ ഒരു ചിക്ക് പോപ്പിൻ്റെ ആ ഒരു ടൈപ്പിൽ കിട്ടുക കേട്ടോ. അപ്പം എണ്ണ നല്ലോണം ചൂടായി വന്നേരം നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മൈദയിൽ മുക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. കുറച്ചധികം ഓയിൽ ഒഴിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. നമ്മൾ ഉള്ളിവടയെല്ലാം ഫ്രൈ ആക്കൂലേ അതുപോലെ. അപ്പോൾ കളർ നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് പെട്ടെന്ന് കുക്കാവും, കാര്യം നമ്മൾ ചെറിയ പീസാക്കിയിട്ടല്ലേ കട്ടാക്കിയെടുത്തത്. ഇനി ഇതിലേക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ നല്ലോണം തിക്കായിട്ട് വരും കേട്ടോ, നമ്മൾ മൈദയിലല്ലേ ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ തിക്കാവും മുമ്പേ നല്ല തിക്കാവുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചീസ് വേണം. ഞാനിപ്പം മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചീസ് വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. ചെഡാർ ചീസും പിന്നെന്താ സ്ലൈസ്ഡ് ചീസില്ലേ അതെല്ലാം ചേർത്ത് കൊടുത്താലും ആ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ക്രീം ചീസില്ലേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് 3 ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ എന്താ പറയുക മൊസറല്ല ചീസ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. അപ്പോൾ ഇത് തിക്കായിട്ട് വരുമ്പം തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പം ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. ആദ്യം ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഫ്രൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു വൈറ്റ് സോസില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്ക് പോപ്പില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് മയോണൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു എന്താ പറയുക സോസില്ലേ പാൽ വെച്ചിട്ട് ഉണ്ടാക്കിയ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ക്യാപ്സിക്കം കട്ടാക്കിച്ചിട്ട് കൊടുക്കുക. ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. മൊസറല്ല ചീസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇതിൽ ലാസ്റ്റ് ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എന്താ പറയുക ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്താ പറയുക കഴിക്കാനും അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ആക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ചിക്കനിൽ നമ്മൾ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തേ. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒഴിവാക്കുക. അതിന് പകരം കുറച്ച് ബട്ടർ മിൽക്കോ വിനെഗറോ ഏതായാലും കുഴപ്പമില്ല. കുറച്ച് പാലാണെങ്കിൽ പാലായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം അഗാരോ എന്ന് എനിക്ക് അയച്ചെന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അഗാരോ ഗാർമെൻറ്റ് സ്റ്റീമറാണ്. ഓരോരോ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലൂടെയാണ് നമ്മുടെ ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് സെറാമിക് കോട്ടഡ് സ്റ്റീം പ്ലേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അഗാരോ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കാണുന്ന ഒരു വാട്ടർ ടാങ്ക് ഇല്ലേ, അതിലാണ് നമ്മൾ വാട്ടർ ഫിൽ ചെയ്യേണ്ടത്. 250 ml ആണ് കേട്ടോ ആ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 15 മിനിറ്റോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം ചെയ്യാനും പറ്റും. ഇതിൻ്റെ വാട്ട് വരുന്നത് 1500 ആണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത് ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ, ഓട്ടോ കട്ട് ഓഫ്, ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ. അങ്ങനെ ഏത് ടൈപ്പിലെ ഡ്രസ്സ് ആണെങ്കിലും നമുക്ക് ഇതിൽ അയൺ ചെയ്തെടുക്കാൻ പറ്റും. ഫാബ്രിക്, ഹെവി എംബ്രോയിഡറി ഗാർമെൻറ്റ്സ്, അതുപോലെ തന്നെ എന്താ പറയുക ജാക്കറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സും നമുക്ക് ഈസി ആയിട്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സിലുള്ള ഐറ്റംസ് ഞാൻ കാണിക്കാം. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു വാറൻറ്റി കാർഡ്, പിന്നെ യൂസർ മാനുവൽ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബ്രഷ് വരുന്നത്, 2 ഗ്ലൗ, പിന്നെ മെയിൻ യൂണിറ്റ് ഉണ്ടാവില്ലേ അതും കൂടി വരുന്നുണ്ട്. മെയിൻ യൂണിറ്റിൽ വരുന്നത് ഒരു ഹാൻഡിൽ, പിന്നെ വെള്ളം നിറക്കാനുള്ള ഒരു വാട്ടർ ടാങ്ക്. ആ ഒരു വാട്ടർ ടാങ്കിലില്ലേ മാക്സിമം എന്താ പറയുക മിനിമം മുതൽ മാക്സിമം വരെ ഉണ്ട്. നമുക്ക് ഏത് ലെവൽ വേണോ അത്രയും നിറക്കാം. പിന്നെ മാക്സിമത്തിന് മുകളിലുള്ള ആ ഒരു ലൈനിൽ നിറക്കണ്ട. നിറച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താ പറയുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലാണ് കേട്ടോ വെള്ളം നിറക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാവും. പിന്നെ ഹീറ്റ് പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബ്ലൂ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓഫാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ബ്രഷ് വരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് ഏത് ടൈപ്പിലുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അയൺ ചെയ്തെടുക്കുക. നല്ല ചുളിവുള്ള ഡ്രസ്സെല്ലാം നമുക്ക് സാധാ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റാത്ത ഡ്രസ്സെല്ലാം ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സ്റ്റാൻഡ് വേണം. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ കിച്ചണിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അയൺ ചെയ്തെടുക്കലാണ്. ഇപ്പം മൻഹയാണ് കേട്ടോ ഇത് അയൺ ചെയ്തെടുക്കുന്നത്. ഒക്കെ എന്താ പറയുക ഇങ്ങനത്തെ എല്ലാം പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾ തന്നെയാണ് അയൺ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ റെസിപ്പി എന്തായാലും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.